ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അത്രയെങ്കിലും അവകാശം നൽകണം എന്ന റിക്വസ്റ്റാണ് ആദ്യം എനിക്ക് വയ്ക്കാനുള്ളത്. കാരണം ഞങ്ങൾക്ക് അധികം വൈകില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞങ്ങൾ ഒരു മികച്ച സ്ഥാനാർത്ഥിയുമായിട്ട് തന്നെ വരും. കാരണം ഇത്തരം വാദമുഖങ്ങൾ ഇരു മുന്നണികൾക്കും തൃശ്ശൂരുമുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ നേരത്തെ പ്രഖ്യാപിച്ചു, മുന്നേ വരുന്നു. അതിനുശേഷം ഇടതുപക്ഷ സ്ഥാനാർത്ഥികളും തൃശ്ശൂർ വന്നിരുന്നു. ഞങ്ങൾക്ക് ഇത്രയേറെ പോലും സാധ്യതയൊന്നും കൽപ്പിക്കാതിരുന്ന ആ കാലഘട്ടത്തിൽ പോലും രാഷ്ട്രീയമായി ഞങ്ങളെ എഴുതിത്തള്ളി. തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അതിൽ എക്സിറ്റ് പോളിലും എല്ലാം ഞങ്ങളെ എഴുതിത്തള്ളിയ ചരിത്രമൊക്കെ ഉണ്ട്. ഞാനതൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് ഈ നിലമ്പൂരിൽ ശ്രീ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം വരുമ്പോൾ ഇപ്പോൾ ശ്രീ ജയ്ക്ക് പറഞ്ഞ പോലെ അല്പവിഭവന്മാരായിട്ടുള്ള ഞങ്ങൾക്ക് തോന്നുന്ന ഒരു രാഷ്ട്രീയം, അത് പഴയ കാലമൊക്കെ വിട്ടേക്കും. അദ്ദേഹം യുവ രാഷ്ട്രീയത്തിൽ അദ്ദേഹം വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കേരളം മുഴുവൻ നടന്ന് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ തൃപ്പൂണിത്തുറയിൽ തോറ്റ കഥ, ഇതെല്ലാം വിട്ടേക്കും. ഇതെല്ലാം എതിരാളികൾ പറയുന്ന കഥകളാണല്ലോ. അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് കുറ്റപ്പെടുത്താം. നോക്കൂ, ഈ അടുത്ത കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ഒരു ആരോപണമുണ്ടല്ലോ. മാധു അത് ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് അവൈലബിലിറ്റി സെക്രട്ടറി യോഗത്തിൽ പോലും ശ്രീ സ്വരാജ് പങ്കെടുക്കുന്നില്ല. മാധ്യമ വാർത്ത വന്നിരുന്നു, സെക്രട്ടേറിയറ്റ് യോഗത്തിലും സംഘടനാ പ്രവർത്തനത്തിലും ഒരു സ്വരാജ് പങ്കെടുക്കുന്നില്ല, അദ്ദേഹത്തിന് താല്പര്യക്കുറവുണ്ട് എന്ന രീതിയിലുള്ള ഒരു വിമർശനം കൊല്ലം പാർട്ടി യോഗത്തിന് ശേഷം വരികയും അത് ദൃശ്യമാധ്യമങ്ങളിൽ വളരെ കാര്യമായി വന്നപ്പോൾ പത്രലേഖകർ ശ്രീ ഗോവിന്ദൻ മാഷിനോട് ഈ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു ആരോപണമുണ്ട്, സ്വരാജ് പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല, കൂടുതൽ ശ്രദ്ധിക്കണം, ഇത്തരം ജാഗ്രത വേണം എന്നുള്ള കാര്യങ്ങളാണല്ലോ നമ്മളെല്ലാം മുന്നിലുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഒന്നല്ലെങ്കിൽ സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്വരാജിന് മതിയായിരിക്കുന്നു അല്ലെങ്കിൽ താല്പര്യമില്ല എന്നോ, അതല്ല എങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വരാജിനെ താല്പര്യമില്ല എന്നതുമാണല്ലോ സംഘടനാ പ്രവർത്തനത്തിൽ കുറേ നാളുകളായി ആക്റ്റീവല്ല. അവൈലബിൾ പാർട്ടി യോഗത്തിൽ പോലും ചെറുപ്പക്കാരനായ ആരോഗ്യപരമായി പ്രശ്നമില്ലാത്ത സ്വരാജ് പങ്കെടുക്കുന്നില്ല എങ്കിൽ, പ്രത്യേകിച്ച് ദേശാഭിമാനി പോലെയുള്ള എൻ്റെ എഡിറ്റർ ഇൻ ചീഫായി പ്രവർത്തിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് മറ്റ് ജോലി തിരക്കൊന്നുമില്ല, തിരുവനന്തപുരത്ത് തന്നെയാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പോലും അവൈലബിൾ സെക്രട്ടറി യോഗത്തിൽ, പാർട്ടി സെക്രട്ടേറിയറ്റിൽ പോലും അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ശ്രീ സ്വരാജിന് പാർട്ടിയോട് താല്പര്യമില്ല എന്നായിരിക്കണം ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഉള്ള ഒരാൾക്ക് പാരിതോഷികമായി നൽകുന്ന ഒന്നാണോ സ്ഥാനാർത്ഥിത്വം? അത് തന്നെയാണ് എൻ്റെ ചോദ്യവും. ഇത് വല്ല ബലിയാടായിട്ട് കൊടുക്കുന്നതാണോ എന്ന്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പല രാഷ്ട്രീയ സാഹചര്യങ്ങളും വരാറുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുന്ന തന്ത്രപരമായ പല തീരുമാനങ്ങളെയും നമുക്ക് മനസ്സിലാവാറില്ല, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴാണ് മനസ്സിലാവാറുള്ളത്. അതുകൊണ്ട് എനിക്കറിയില്ല ഇതെന്തെങ്കിലും ബലിയാട് രാഷ്ട്രീയമാണോ, എന്തെങ്കിലും പുതിയ ഉദ്ദേശമുണ്ടോ, ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ മനസ്സിലാവുകയുള്ളൂ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ജയിക്ക് തന്നെ സമ്മതിക്കും ഇവരുടെ. അല്ലല്ല ശരിയല്ല, അല്ലല്ല ഒരൊറ്റ മിനിറ്റ്, അല്ല ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തെ പോലെ കഴിവുള്ള സുസമ്മതനായ ഒരു സ്ഥാനാർത്ഥി തങ്ങളുടെ റിസർവ് ബെഞ്ചിലിരിക്കുന്നു അല്ലെങ്കിൽ മുൻ സീറ്റിലിരിക്കുന്നുവെങ്കിൽ എന്തിനായിരുന്നു ഇത്ര വൈകിയത്? കൃത്യമായി ആദ്യം തന്നെ പറയാറുന്നല്ലോ. അപ്പൊ അല്ല, ഞങ്ങൾ വൈകിയെന്ന് നിങ്ങൾ സമ്മതിക്കുന്നല്ലോ. ഞങ്ങൾക്ക് അവിടെ ഇത്രേ വോട്ടുള്ളൂ, ഞങ്ങളുടെ സഖ്യകക്ഷിയായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്നു, ഞങ്ങൾക്കൊരു പുതിയ സ്ഥാനാർത്ഥിയെ വേണം, ഞങ്ങൾക്ക് കൂടുതൽ വോട്ട് ശേഖരിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ കൂടി ഞങ്ങൾ അന്വേഷിക്കുന്നു. ഞങ്ങളുടെ നിയമമോ വട്ടിയൂർക്കാവോ ഒന്നും അല്ലല്ലോ ഇത്. ഞങ്ങൾക്കുള്ള വോട്ട് ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് വോട്ട് കൂടുതൽ കിട്ടേണ്ടി വരുന്നു, ഞങ്ങൾക്ക് അത് തീരുമാനിക്കണം. പക്ഷേ കുഞ്ഞാലി തൊട്ടുള്ള രാഷ്ട്രീയം പറയുന്ന നിങ്ങളുടെ സ്ഥിതി, CPM സ്ഥിതി ഇതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ മറ്റു രാഷ്ട്രീയ പാർട്ടി സ്ഥിതി എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് അതിന്റെ തൊട്ട് പിറ്റേ ദിവസം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഒരാഴ്ചയാണ് ആദ്യം തന്നെ പാർട്ടി വ്യക്തമാക്കിയത്. ഒരാഴ്ച തികയുന്നതിന് മുൻപ് പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനിടയിലാണ് വൈകൽ എന്ന് പറയുന്ന ആരോപണം